ഡിയർ ഫ്രണ്ട്സ്, ചാനലിൻ്റെ പേര് കെംബിറ്റ്സ് ആണ്. ബിറ്റ്സ് ഓഫ് കെമിസ്ട്രി. ചില കെമിസ്ട്രി ടിപ്സുകൾ, കെമിസ്ട്രി പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ചില കെമിസ്ട്രിയുടെ എളുപ്പ വഴികളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സബ്ജക്റ്റിലേക്ക് വളരെ ഡീപ്പായിട്ട് പോകാൻ സഹായിക്കുന്ന ചില ടിപ്സ്, അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ടിപ്പാണ് ഇന്ന് പറയുന്നത്. അത് 3D ട്രാൻസിഷൻ സീരീസിനെ കുറിച്ചാണ്. പീരിയോഡിക് ടേബിളിലെ മിഡിൽ പോർഷനിൽ വരുന്ന 10 വെർട്ടിക്കൽ കോളംസാണ് ട്രാൻസിഷൻ സീരീസ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിലെ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് 3D ട്രാൻസിഷൻ സീരീസാണ്. അത് കാൽസ്യം വിത്ത് അറ്റോമിക് നമ്പർ 20, അതിന് ശേഷമാണ് 3D സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് സ്കാൻഡിയം, ദെൻ ടൈറ്റാനിയം, ദെൻ വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബോൾട്ട്, നിക്കൽ, കോപ്പർ ആൻഡ് സിങ്ക്. ഇത്രയും എലമെൻറ്റ്സാണ്. ഇതിന് കുട്ടികളുടെ ഇടയിൽ തന്നെ ഇതിനെ ഓർത്ത് വയ്ക്കാനായിട്ടുള്ള ചില കോഡുകൾ നിലവിലുണ്ട്. ഒരു കുട്ടി എന്നോട് പറഞ്ഞത് സ്കൂട്ടി വിക്രമൻ ഫെക്കോ നിക്കുസിൻ, സ്കൂട്ടി വിക്രമൻ ഫെക്കോ നിക്കുസിൻ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അതിൽ വളരെ അർത്ഥമൊന്നും നോക്കേണ്ട, അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തുള്ള പേരുകളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് വയ്ക്കാം എളുപ്പം ഓർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷനാണ്. നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓർത്ത് വയ്ക്കാം. അപ്പം ഈ അറ്റോമിക് നമ്പർ അറിയാം, അടുത്തത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓരോ നമ്പർ ഇൻക്രീസ് ചെയ്ത് വരുവാണ്. സോ ദിസ് ഈസ് 21, ടൈറ്റാനിയം 22, വനേഡിയം 23, ക്രോമിയം 24, മാംഗനീസ് 25, അയൺ 26, കൊബോൾട്ട് 27, നിക്കൽ 28, കോപ്പർ 29 ആൻഡ് സിങ്ക് 30. അപ്പോൾ ഈ അറ്റോമിക് നമ്പറും ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷനുമായിട്ട് ഒരു ക്ലോസ് റിലേഷനുണ്ട്. ഇവിടുത്തെ 1, 2, 3, 4 ഇത് നമ്മുടെ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിൻ്റെ ഇന്നർ ഷെൽ, ഇന്നർ പെനൾട്ടിമേറ്റ് ഷെൽ, അതായത് ഫോർത്ത് ഷെൽ, 4s ആണ് ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത്. അപ്പം